ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിലോക കാശിനാഥൻ യൂട്യൂബ് ചാനലിലെ വീണയാണ് കേട്ടോ. അപ്പോൾ വീണയെ കണ്ട ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. വീണയെ മാത്രമല്ല, വീണയുടെ അമ്മയും വീണയുടെ മകനുമുണ്ട്, നമ്മുടെ കാശിക്കുട്ടനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. വായോ കൂട്ടുകാരെ, പോകാം വീഡിയോയിലേക്ക്. വീണയെ കാണാനുള്ള ആഗ്രഹത്തിൽ സ്പീഡായിട്ട് ഓട്ടോ ഓടിച്ച് ഞങ്ങളിതാ ഊതിയംകുളങ്ങര ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ പാറശാല എത്തിയിരിക്കാൻ കേട്ടോ. അപ്പോൾ വീണയും അമ്മയും കാശിക്കുട്ടനും അങ്ങനെ പ്രശസ്ത യൂട്യൂബർ വിജയ് രമേശിനെ കണ്ടുമുട്ടുന്ന ഒരു അസലഫ് നിമിഷമാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി സംസാരിച്ചു. വീണയുടെ അമ്മ അന്തം വിടുകയാണ്, ദൈവമേ ഇത് ഏതേനം എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിരിയും കളിയും വീഡിയോസൊക്കെ എടുത്ത് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളങ്ങനെ കൊല്ലങ്കോട് ജംഗ്ഷൻ എത്തി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കൊല്ലങ്കോട് തൂക്കത്തിൻ്റെ തലേ ദിവസം, അതായത് എല്ലാ വർഷവും മാർച്ച് 25-നാണ് കേട്ടോ തൂക്കം. ഞങ്ങൾ 24-ാം തീയതി വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. കാരണം 25-ൻ്റെ അന്ന് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദർശിക്കാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ കുളിച്ച് തൊഴുത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ നേർച്ച എടുക്കാനായിട്ട് 7 ദിവസം ഈ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് പല വിഭാഗത്തിലുള്ളവർ, പോലീസുണ്ട്, അതുപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. അവരിവിടെ വന്നിട്ട് അവർ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇവരിതിനകത്ത് ആപ്റ്റാണ് എന്ന് കണ്ടിട്ടാണ് കേട്ടോ ഇവരിവിടെ തൂക്കമെടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കടലിൽ പോയി കുളിച്ച് വന്നിട്ട് സൂര്യ നമസ്കാരം, ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം 3 റൗണ്ടിൽ തുടങ്ങും, പിന്നെ 21 റൗണ്ടായിട്ടാണ് ഈ വളയം അവസാനിക്കുന്നത്. അത് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സൂര്യ നമസ്കാരം കൂടെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. ഓരോ വർഷവും 1000-ൽ പരം കുഞ്ഞുങ്ങളുണ്ടായിരിക്കും കേട്ടോ. 3 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് തൂക്കത്തിനായിട്ട് നേർച്ച കൊടുക്കുന്നത്. ചിലർ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ലഭിക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞ് ലഭിച്ച് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാറുണ്ട്. സാധാരണ നോർമൽ കുഞ്ഞുങ്ങളെ തൂക്കത്തിനായിട്ട് കൊണ്ടുവരാറുണ്ട്. ലോകത്തിൽ തന്നെ എന്താ പറയേണ്ടത്, ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ ഒരു ദിവസം സംഗമിക്കുന്ന ഒരു ചരിത്രം കൂടി നമ്മുടെ കൊല്ലംകോടിനുണ്ട്. അപ്പോൾ കണ്ട ഓരോരുത്തരുടെ നമ്പർ അനുസരിച്ച് അവർ കുളിച്ച് തൊഴുത് പോകുന്നുണ്ട്. ഇനി അമ്പലത്തിൽ പോയി ഒരു നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം സൂര്യ നമസ്കാരം ഇത് കാണുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഈവനിങ് ടൈമിനകത്ത് ഒത്തിരി ആൾക്കാർ വരും കേട്ടോ. അതായത് തൂക്കത്തിൻ്റെ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും, നമുക്കിങ്ങോട്ട് ദർശിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ അമ്പലത്തിൻ്റെ ഉത്സവം വരുന്ന സമയം നമുക്കറിയാമല്ലോ, ഇരുഭാഗങ്ങളിലും വഴിയോര കച്ചവടക്കാർ അങ്ങോട്ട് എന്താ പറയുക ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണ് കേട്ടോ ഈ ഒരു ചടങ്ങുകൾ, അതായത് ഈ സൂര്യ നമസ്കാരവും അതുപോലെ തന്നെ ഈ കൊല്ലങ്കോട് അമ്പലവും ക്ഷേത്രവും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഞാനും വീണയുടെ അമ്മയും കാശിക്കുട്ടനുമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കയറിയിരിക്കുന്നത്. വീണ അമ്പലത്തിൽ കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ കാശിക്കുട്ടൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനെ നേരി തുടിപ്പിച്ച് അവനൊരു നേർച്ചയുണ്ട്. കഴിഞ്ഞ വർഷം അവന് ഒരു തൂക്കം നേർന്നതാണ്. അപ്പോൾ ആ തൂക്കം നേർന്നുകൊണ്ട് മറുവർഷമായ സമയത്ത് ഒരു നേർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുവാണ്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എന്താ നല്ല തിരക്കും ഉണ്ടായിരുന്നേ. അതായത് സൂര്യ നമസ്കാരം കാണണം, പിന്നെ ഈവനിങ് ആയിട്ടുള്ള ആ പൂജയ്ക്കും എല്ലാവർക്കും പങ്കെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ദേവിയൊക്കെ തൊഴുതു. അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ അതോടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ റെസിപ്റ്റ് എടുക്കണം ഈ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതിന് കുറേ സമയം നിന്ന് കാശിമോൻ ഇങ്ങനെ നോക്കുവാണ്, ഇത് ആരാ എന്ന രീതിയിൽ കേട്ടോ. കാശിക്കാണെങ്കിൽ ഇങ്ങനെ വിഷമമുണ്ട്, കാരണം വീണയുടെ കൈ മാറി ഇരിക്കത്തില്ല. അപ്പോൾ വീണയുടെ അമ്മ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സമയത്ത് അവന് കരയാനും പറ്റില്ല, ഞാൻ നിൽക്കുവാണല്ലോ, അതുകൊണ്ട് അവനിങ്ങനെ കരച്ചിലൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കാൻ കേട്ടോ. ആ സമയം കൊണ്ട് ഇതാണ് വില്ല് കേട്ടോ. ഇതിലാണ് ഇങ്ങനെ തൂക്കം 45 പൊക്കമാണ് കേട്ടോ ഇതിൻ്റെ ഈ തൂക്കത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ കാശിനെ കൊണ്ടൊക്കെ തൊഴുതു നേർച്ചയൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിന് സേഫായിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പേര് ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ആദ്യം 3 റൗണ്ട് പിന്നെ 21 റൗണ്ട് ആ ഒരു വളയം പോലെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അവിടെ തൊഴുത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ വന്നതിന് ശേഷം എല്ലാവരും പോലീസൊക്കെ നിയന്ത്രിച്ചിട്ട് എല്ലാവരും മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ഇവർ ഈ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് ഈ മണ്ണിൽ കുത്തി ഇങ്ങനെ കൈ ഇങ്ങനെ മണ്ണിലോട്ട് അടിച്ച് വെക്കുന്നത് കണ്ണിൽ വന്ന് മണ്ണൊക്കെ തെറിക്കുവാണെന്ന് ഓർത്തിട്ട് എല്ലാവരും മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ വീണയുടെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ, മോൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് എന്നെ ഫ്രണ്ടിൽ തന്നെ പിടിച്ച് നിർത്തിയത് കാരണം എനിക്ക് നല്ല രീതിയിൽ കാണാനും പറ്റി, വീഡിയോ എടുക്കാനും പറ്റി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, മനസ്സിലായോ. ഞാൻ അവിടെ വീഡിയോ എടുത്തുള്ള സമയത്ത് വീണയുടെ അമ്മ പോയി നമ്മുടെ വീണയെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നു, കുറച്ച് മാറിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അങ്ങനെ വീണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ വാ ചേച്ചി ഇവിടെ എനിക്ക് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ അവിടെ നിൽക്കാൻ അവൾ കാശിനെ വെച്ച് കുറേ സമയം കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളവിടെ സേഫായിട്ട് പിടിച്ചിരുത്തിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്താണെങ്കിൽ താലപ്പൊലിക്കുള്ള പിള്ളേരുണ്ട് കേട്ടോ, നേർച്ചയ്ക്കുള്ള, അവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ റൗണ്ടുണ്ട്, 7 റൗണ്ട് അങ്ങോട്ടാണ്. അപ്പോൾ അത് ഇത്രയും ചുറ്റി കറങ്ങി വരണ്ടേ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം കണ്ടു പിന്നെ ഞങ്ങൾ ഓർത്ത് ഇനി നമുക്ക് പുറത്തിറങ്ങാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് വന്നു.
വീണയുടെ അമ്മ പറഞ്ഞു നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു റൗണ്ടും കൂടെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ പല വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു 7 ദിവസം ഇവിടെ നേർച്ച നിന്നുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോയി കുളിച്ച് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്ത് സമൂഹത്തിൻ്റെ പല ഉന്നത ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്താ പറയുക അവരുടെ നേർച്ചയാണ്. അപ്പോൾ അവർ ആ നേർച്ച സന്തോഷത്തോടെ നിറവേറ്റുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലെന്തെന്നില്ലാത്തൊരു സന്തോഷം. അവരെന്തെങ്കിലുമൊക്കെ നേർച്ച നേർന്നിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ പടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണയുടെ അമ്മ പറഞ്ഞിട്ട് മോളെ സൂക്ഷിച്ചിറങ്ങി തട്ടിൻ്റെ കാൽ തട്ടിപ്പോകരുത് എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ആ സൂക്ഷിച്ച് നമുക്കറിയാമല്ലോ. പിന്നെ ഞാനും വീണയും കൂടി ഇങ്ങനെ ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി കമ്മലും മാലയും കാശിക്കുട്ടനുള്ള എന്താ പറയണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണയാണെങ്കിൽ ഒത്തിരി ടയേർഡായി പോയി. കാശിക്കുട്ടനാണെങ്കിലും അവൻ്റെ അമ്മമ്മ അടുത്ത് പോലും പോകുന്നില്ല, എൻ്റെ അടുത്തും വരുന്നില്ല. എനിക്കാണെങ്കിൽ ഒന്ന് വാരിയെടുത്ത് ഉമ്മ വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അവൻ വരുന്നില്ല. ഞാൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിൽ. പിന്നെ അവൾക്ക് തന്നെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് നടന്നു. അപ്പോഴത്തേക്ക് സന്തോഷം വിളിച്ച് പറഞ്ഞു അങ്ങോട്ട് ആട്ടോ വരത്തില്ല. പിന്നെ ഞാൻ അവനെ വഴക്കും പറഞ്ഞുകൊണ്ട് നേരെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ സ്വീറ്റ്സ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് എന്തോ ഒരു പേര് മറന്നുപോയേ. എന്തായാലും ഈ ഒരു സ്വീറ്റ്സ് എനിക്ക് വീണയുടെ അമ്മ മേടിച്ച് തന്നതായിരുന്നു. അപ്പോഴത്തേക്ക് വീണ പറഞ്ഞു ചേച്ചി ആ വീഡിയോ എടുക്കുന്നുണ്ടോ ആ മാല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ട് താലപ്പൊലിക്കുള്ള പിള്ളേരെയൊക്കെ നേർച്ചയായിട്ട് ഓരോരുത്തരും ദേവിക്ക് സമർപ്പിക്കാനായിട്ടുള്ള ആ ഒരു നേർച്ചയായിട്ട് അവർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇനി ബീച്ച് കടലിൽ പോകാമെന്ന് പറഞ്ഞു പോയി. സന്തോഷം ഞങ്ങൾ എവിടേക്കോ കൊണ്ട് വട്ടം ചുറ്റിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. കടലുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ സന്തോഷം പറഞ്ഞാൽ എനിക്കറിയാം ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സന്തോഷം ഞാനും കൂടി ആ ഓട്ടോയ്ക്കകത്തിരുന്ന് 10 മിനിറ്റ് ഒരേ തർക്കമായിരുന്നു കേട്ടോ. എന്തായാലും അവൻ പറഞ്ഞതുപോലെ കടലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വീണ വിളിച്ചു പറഞ്ഞില്ല ചേച്ചി ഈ തൂക്കത്തിനുള്ള അവർ കുളിച്ച് നേർന്ന് വരുന്ന ആ ഒരു ബീച്ചുണ്ട്, അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു പ്രാവശ്യം കൂടി പോകുന്ന സമയത്ത് ഞങ്ങൾ ആ ബീച്ചിൽ ഇറങ്ങുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ആ കൊല്ലങ്കോട് ജംഗ്ഷനിൽ വന്നു. അപ്പോഴത്തേക്കും നല്ല തിരക്കായി, സന്ധ്യയായി. അപ്പോൾ വലത് വശത്തോട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഇനി ഞങ്ങൾ കൊല്ലങ്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഊരമ്പാണ് കേട്ടോ. ഊരമ്പെന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വില കുറച്ച് വാങ്ങാൻ പറ്റും. ഇപ്പം മുളകായാലും പുളിയായാലും അതുപോലെ തന്നെ മീനൊക്കെ നല്ല വില കുറച്ച് കിട്ടുന്നൊരു മാർക്കറ്റാണ്. അപ്പം ഞാനും വീണയും കൂടി മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മീനുകളൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ പച്ച പോലെ തോന്നും, ചിലത് എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും ഈ ചൂര 300 രൂപയാണ്, നല്ല പച്ച പോലെ ഇരുന്ന്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ച സമയത്ത് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. കാണാൻ മാത്രം ഓക്കെ ആയിരുന്നു പക്ഷേ ഗുണം ഒട്ടും ഇല്ലായിരുന്നേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടു കൂടെ തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി അവരെ പാറശാല ജംഗ്ഷനിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വരാനുള്ള ഓട്ടോ വന്നു. സന്തോഷത്തോടു കൂടെ അവരെ പറഞ്ഞയച്ചു. പക്ഷേ ആ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം ഞാൻ നല്ല ടയേർഡായിപ്പോയേ. രാത്രി 7-8 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ എങ്ങനെയും വീടെത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ നെയ്റ്റിങ്ങര വന്നു. നെയ്റ്റിങ്ങര വലതുവശത്ത് നിങ്ങൾ കാണുന്നത് നെയ്റ്റിങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അവിടെയും ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്റ്റിങ്ങര വിസ്മയ ഹോട്ടൽ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ ഫുഡ് മേടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡ് മേടിച്ചു. സന്തോഷത്തോടു കൂടെ സന്തോഷിൻ്റെ ഹോട്ടലിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണൊരു കുഞ്ഞു വീഡിയോ, കൊല്ലങ്കോട് തൂക്കത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മാത്രമല്ല ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വീണയെയും കാശിക്കുട്ടനെയും അവരുടെ അമ്മയെയും കണ്ട് എനിക്കൊരു ചേച്ചിയെയും ഒരു മകളെയും ഒരു കുഞ്ഞു മകനെയും കിട്ടിയ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെയും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീണയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവളെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നു വിജി രമേശ് വ്ളോഗിലെ വിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം, ബൈ ബൈ.